കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. പന്തിരങ്കാവ് സ്വദേശിയായ 43-കാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തിയപ്പോൾ രോഗലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പരിശോധന നടത്തിയപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങൾ ശിവദാസ് കന്മനം നൽകും. ശിവദാസ്, പറയൂ. ഗൗതം, കോഴിക്കോട് ജില്ലയിൽ ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചിരിക്കുന്നു. ഇന്നാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. നേരത്തെ ബീച്ച് ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. അപ്പോൾ തന്നെ രോഗലക്ഷണം ഉണ്ടായിരുന്നു. അതിനുശേഷം അവിടെ പ്രാഥമിക പരിശോധന നടത്തി. അതിനുശേഷമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചത്. പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ച് അവിടെ നിന്നും പരിശോധിച്ചപ്പോഴാണ് രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നത്. പന്തീരങ്കാവ് സ്വദേശിയായ 43-കാരിക്കാണ് ഇപ്പോൾ നിലവിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഇതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മാത്രം 8 പേരാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നത്. ഇതിൽ 3 പേർ മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവരാണ്, ഒരാൾ വയനാട് ജില്ലയിൽ നിന്നുള്ളവരും 4 പേര് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ളവരുമാണ്. എന്തായാലും കോഴിക്കോടിനെ സംബന്ധിച്ച് ആശങ്ക തന്നെയാണ് ഈ വാർത്ത. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമീബിക് മസ്തിഷ്ക ജ്വരം വ്യാപകമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ബോധവൽക്കരണവും മറ്റ് പ്രതിരോധ പ്രവർത്തനങ്ങളും എല്ലാം തന്നെ ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ 2 ആഴ്ച മുൻപ് 9 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചിരുന്നു. ഈ പെൺകുട്ടിയുടെ സഹോദരനും ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നുണ്ട്. അതോടൊപ്പം തന്നെ 3 മാസം മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുന്നുണ്ട്. മറ്റൊരു രോഗിയും ഗുരുതരമായി വെന്റിലേറ്ററിൽ ചികിത്സ കഴിയുന്നുണ്ട്. ബാക്കിയുള്ള 6 രോഗികൾക്ക് കാര്യമായി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഇല്ല. 2 പേരാണ് നിലവിൽ ഗുരുതരമായ സാഹചര്യത്തിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ ഉള്ളത്. എന്തായാലും ഈ രോഗം വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കോഴിക്കോട് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചിരിക്കുകയാണ്. പനിയെ തുടർന്ന് ആശുപത്രിയിൽ എത്തുന്ന ഘട്ടത്തിൽ പ്രത്യേക പരിശോധന നടത്തിയപ്പോഴാണ് ഈ രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങൾ പങ്കുവച്ചത് ശിവദാസ് കന്മനം.